ഹായ് നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ 41ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. തുടർന്നും നിങ്ങളുടെ സഹായവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇനി ഉഴുന്നുവട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് ഉഴുന്ന് നന്നായി കഴുകി ക്ലീനാക്കിയതിന് ശേഷം 5 മണിക്കൂർ കുതിർത്ത് വച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്ത് നമുക്കിതിങ്ങനെ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഏറ്റവും കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഇനി അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ഈ ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ടെക്സ്ചറിലുള്ള, അതായത് ഉള്ളൊക്കെ നല്ല സോഫ്റ്റും ഔട്ട്സൈഡൊക്കെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു വട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു വിസ്കോ ഒരു സ്പൂണോ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് അത് വെച്ചിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. അതായത് മാവ് നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനി ഒരു ബൗൾ വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 ടീസ്പൂൺ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു 4-5 പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം വളരെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളത്, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. ഇതെല്ലാം കൂടെ നന്നായിട്ടും ക്രഷ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിരുമ്മിയിട്ട് വടയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ ബാറ്റർ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ വടയ്ക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. വട ഉണ്ടാക്കുമ്പോൾ, ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന്, അതായത് നല്ല ഹോൾ ഉഴുന്ന്, ഇങ്ങനെ ഒന്നായിട്ടുള്ള ഉഴുന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, വടയ്ക്ക് ഉപ്പ് കൂടി പോകരുത്. ഇട്ടിട്ട് നോക്കിയതിന് ശേഷം പൊരിക്കാവും. ഇതിലൊരല്പം കായപ്പൊടി, മാവിന് ഒരു പക്ഷേ വെള്ളം കൂടിപ്പോയെന്ന് തോന്നുമെങ്കിൽ ഒരല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പുട്ടുപൊടി ചേർക്കരുത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പൊടി ഒരല്പം ചേർക്കുക. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ വട ഹാർഡായി പോകും. അതുപോലെ തന്നെ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഉഴുന്നും പച്ചരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ച് ആ പൊടി വേണേലും നമുക്ക് വടയിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ എന്ത് ചേർത്താലും നമ്മളിങ്ങനെ റിയലായിട്ടുള്ള ഉഴുന്നിൽ ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഓയിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് വട ഇതിനകത്തേക്ക് ഇടാം. വട ഇടുമ്പോൾ കൈ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയൊന്ന് നനച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഉരുളകളാക്കുന്നത് എനിക്ക് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. ഒന്ന് കൈൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് തമ്പും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഹോളാക്കി പതിയെ ഉള്ളിലേക്ക് അങ്ങ് ഇടുക. ഇന്ന് വടയ്ക്ക് വലിയ ഷേപ്പൊന്നുമില്ല കേട്ടോ. എൻ്റെ വടയ്ക്ക് 2 വട ഒരുമിച്ചിട്ടിട്ടാണ് നമുക്കിനി ഓരോ വട വീതം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ല ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ എത്രാമത്തെ വീഡിയോ ആണിത്? ഇതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 41. ഭക്ഷണശാല കോണ്ടസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നത്. ആൻസർ എല്ലാവരും സെൻഡ് ചെയ്യുക. അപ്പോൾ വട നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വട മുരിയിച്ചെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞും പോകും, ഉള്ളൊന്നും വേഗത്തുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വട ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം എടുക്കാറാകുമ്പോൾ ഒരു 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് കോരിയെടുക്കുക. എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ പിടിക്കില്ല. അത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വട നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള, അതായത് അതിൻ്റെ ഇൻസൈഡൊക്കെ നല്ല സോഫ്റ്റും പുറമൊക്കെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള വട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വട സിംഗിളായിട്ട് ഇട്ട് നോക്കാം. ഒരു വടയായിട്ട് ഒന്നിടാം. അപ്പോൾ നല്ല ഷേപ്പുള്ള വട കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഉഴുന്ന് വടയുടെ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വട, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, ഓരോന്നിടുമ്പോൾ കുറച്ചും കൂടെ ഷേപ്പ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ വടയും ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.